ഒരു മിനിറ്റ് സുഹൃത്തുക്കളെ, കഥ തുടങ്ങുന്നതിന് മുൻപ് ഒരു കാര്യം. നിങ്ങൾ ഈ രാത്രിയിലെ കഥയുടെ മായാലോകത്തിലൂടെയുള്ള യാത്ര ശരിക്കും ആസ്വദിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സ്റ്റോറി ബുക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ നിങ്ങളുടെ ബെഡ്റൂം ലൈറ്റുകൾ ഡിം ചെയ്യുക. നല്ലൊരു പശ്ചാത്തല ശബ്ദത്തിനായി ഹെഡ്ഫോൺസ് ചെവിയിൽ വയ്ക്കുക. ഇന്നു രാത്രിയിലെ ഈ യാത്രയിലേക്ക് നമുക്കൊരുമിച്ച് മുന്നോട്ടു പോകാം. ആരാധിക രണ്ടാം ഭാഗം. കാലത്തിനപ്പുറം ഒരു പുനർജന്മ പ്രണയകഥ. ഭാഗം 7. ആവണി. ആ പേര് അവൻ ഒരിക്കൽ കൂടി ഉരുവിട്ടു. ആരാണവൾ? അവളുമായി തനിക്ക് എന്താണ് ബന്ധം? എന്തോ ഉണ്ട്. വിൻസെന്റും റോസമ്മയും പരസ്പരം നോക്കി. കൊള്ള, പൂച്ച സന്യാസി ഇപ്പോൾ പെൺകുട്ടികളെയാ സ്വപ്നം കാണുന്നത്. ജക്കു എല്ലാവരുടെയും സംഘർഷത്തിന് അയവ് വരുത്താൻ തമാശയായി പറഞ്ഞെങ്കിലും ആരും പ്രതികരിച്ചില്ല. എന്നതാടാ ബീലിക്കുഞ്ഞെ, ഒരു സ്വപ്നം കണ്ടതിന് നീ എന്നാത്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? പോവാൻ പറയടാ. വിൻസെന്റ് ഫിലിപ്പിന്റെ തോളിൽ കൈ ഇട്ടുകൊണ്ട് പറഞ്ഞു. അവനൊന്ന് ചിരിച്ചെന്ന് വരുത്തി. വാടാ തെമ്മാടി, വന്നു കിടന്നുറങ്ങ്. നീ അപ്പന്റെ അടുത്ത് കിടന്നാ മതി. അയാൾ അവനെ നെഞ്ചോട് ചേർത്ത് കിടത്തി. അവന് ഉറക്കം വന്നില്ലെങ്കിലും സ്നേഹനിധിയായ അപ്പന്റെ കൈക്കുള്ളിൽ ഒന്നും പേടിക്കേണ്ടതില്ലെന്ന് അവൻ ആശ്വസിച്ചു. എന്നതാ ജോസിച്ചായ? വെളുപ്പാങ്കാലത്ത് ജോസിച്ചായന്റെ കാൾ കണ്ട് ചെറിയൊരു ഭയത്തോടെയാണ് അവൻ അറ്റൻഡ് ചെയ്തത്. അച്ചോ! അയാളുടെ ശബ്ദത്തിൽ നിന്നും ഫിലിപ്പ് അപകടം മണത്തു. എന്നതാ ജോസിച്ചായ, കാര്യം പറയൂ. പത്രം വായിച്ചുകൊണ്ട് അവന്റെ അടുത്തിരുന്ന വിൻസെന്റ് ഫിലിപ്പിന്റെ സംസാരം കേട്ട് തല ചെരിച്ച് അവനെ നോക്കി. അച്ഛാ, ഇവിടെ ആകപ്പാടെ പ്രശ്നമാണ്. അച്ഛനൊന്ന് വേഗം ഇങ്ങോട്ട് വാ. ഇന്നലത്തേതിന്റെ ബാക്കിയായി അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. ശരി, ഞാൻ വരാം. എന്നതാടാ പ്രശ്നം? പ്രശ്നമൊന്നുമില്ലപ്പാ, അവിടെ പല കാര്യങ്ങളും ഇല്ലേ. ഞാൻ ഇറങ്ങുവാ. ഫിലിപ്പ് പെട്ടെന്ന് പുറത്തിറങ്ങാൻ തുടങ്ങി. ചായ കുടിച്ചിട്ട് പോവാൻ മോനെ, റോസമ്മ പറഞ്ഞു. വന്നിട്ട് കുടിക്കാം. ഫിലിപ്പ് എന്തെങ്കിലും പറയും മുന്നേ ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റുകൊണ്ട് വിൻസെന്റ് പറഞ്ഞു. ഫിലിപ്പ് അപകടം മണത്തു. അപ്പൻ കൂടെ വന്നാൽ ശരിയാവില്ല. എന്തോ പ്രശ്നമുണ്ടെന്ന് അപ്പന് മനസ്സിലായിട്ടുണ്ട്. അപ്പൻ എവിടേക്കാ? ഫിന്നി. അയാൾ അതിന് മറുപടി പറയാതെ അകത്തേക്ക് നോക്കി വിളിച്ചു. നടക്ക്. അനുസരിക്കാതിരിക്കാൻ ഫിലിപ്പിന് കഴിഞ്ഞില്ല. അവൻ ജീപ്പ് സ്റ്റാർട്ട് ചെയ്തതും ഫിന്നിയും ജക്കുവും കൂടി വന്നു കയറി. അവരെ ഒന്ന് നോക്കി അവൻ വണ്ടി മുന്നോട്ടെടുത്തു. പള്ളിക്ക് മുന്നിലെ ആൾക്കൂട്ടം അവർ ദൂരെ നിന്നും കണ്ടു. അവൻ പറഞ്ഞു, അപ്പനൊന്നിലും ഇടപെടണ്ട, ഞാൻ നോക്കിക്കൊള്ളാം. അപ്പോ എന്തോ പ്രശ്നമുണ്ട് അല്ലേ? അബദ്ധം പറ്റിയെന്ന മട്ടിൽ അവൻ മൗനം പാലിച്ചു. ജീപ്പ് പള്ളിമുറ്റത്തേക്ക് കയറിയതും കൂടെ നിന്നവർക്കിടയിൽ ഒരു ചലനമുണ്ടായി. ജോസിച്ചായൻ ഓടിയെത്തി. ആരൊക്കെയോ എന്തൊക്കെയോ വിളിച്ചു പറയുന്നത് അവൻ കേട്ടു. ജീപ്പിന് പുറത്തിറങ്ങി അവൻ കണ്ടു പള്ളിമുറ്റത്തെ വലിയൊരു ഫ്ലെക്സ്. നീനയുടെ കൈപിടിച്ചു നിന്ന് അലറുന്ന ഫിലിപ്പ്. അവൻ ഞെട്ടി. ഇങ്ങനെ ഒരു അപമാനം അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരു നിമിഷത്തേക്ക് പകച്ചുപോയ ഫിലിപ്പ് എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നുപോയി. ഒരു വെടിപൊട്ടിയ ശബ്ദം കേട്ട് ഞെട്ടിത്തിരിഞ്ഞു നോക്കി അവൻ ആ കാഴ്ച കണ്ട് വീണ്ടും ഞെട്ടി. അപ്പാപ്പന്റെ ഇരട്ടക്കുഴൽ തോക്കും പിടിച്ച് ഉന്നം നോക്കി നിൽക്കുന്ന അപ്പനെ. അപ്പാ! അവൻ വിളിച്ചെങ്കിലും ശബ്ദം ദുർബലമായിരുന്നു. ആ തോക്കിൽ നിന്നും ഒരു ബുള്ളറ്റ് കൂടി സ്വാതന്ത്ര്യം നേടിയതോടെ ആ ഫ്ലെക്സ് നിലം പതിച്ചു. പോകിനിട എല്ലാം. ഈ മേക്കാനായി വിൻസെന്റിന്റെ മോനാടാ ഇവൻ. ഇവനൊന്നും നൊന്താൽ അതിന് കാരണക്കാരായത് ഏത് പട്ടിയാണെങ്കിലും ചുട്ടുകളയും ഞാൻ. ഫിലിപ്പ് പ്രതികരിക്കാനാവാതെ നിന്നുപോയി. തന്റെ കയ്യിലിരിക്കുന്ന റിവോൾവർ അന്തിച്ചു നിൽക്കുന്ന കൂട്ടത്തിന് നേരെ തിരിച്ചയാൾ അലറി. രംഗം പന്തിയല്ലെന്ന് കണ്ട് ഓരോരുത്തരായി പിരിഞ്ഞു പോകാൻ തുടങ്ങി. എന്നതാടാ പീലിക്കുഞ്ഞ ഇത്? അവൻ നിസ്സഹായതയോടെ അപ്പനെ നോക്കി. പറയടാ തെമ്മാടി ഈ അപ്പനോട്, പറയാൻ. ആ സ്നേഹത്തിന് മുന്നിൽ അവൻ തോറ്റുപോയി. നടന്നതെല്ലാം അവൻ അപ്പനെ അറിയിച്ചു. അയാളുടെ മനസ്സിൽ ആദ്യമായി ഭയത്തിന്റെ അലകൾ അടിക്കാൻ തുടങ്ങി. ഇറങ്ങാൻ നേരം അയാൾ അവന്റെ മുഖത്തേക്ക് നോക്കി. നീ കത്തനാരാണെങ്കിലും അല്ലെങ്കിലും മേക്കാനായി വീടിന്റെ വാതിൽ നിനക്ക് മുന്നിൽ തുറന്നു കിടക്കും. ആ വീടിന്റെ മൂത്ത പുത്രന്റെ എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും എന്നും നിനക്കുണ്ടായിരിക്കും. ഈ അപ്പന്റെ മോനല്ലേടാ നീ. ഫിന്നി അവനെ കെട്ടിപ്പിടിച്ചു. ജക്കു അവന്റെ കവിളിൽ കടിച്ചു. അവന്റെ ജീപ്പ് അവരുമായി കണ്ണിൽ നിന്നും മറയുന്നതുവരെ അവൻ നോക്കി നിന്നു. കാലം തെറ്റി പെയ്യാൻ എവിടെ നിന്നോ ഒരു കാർമേഘം ഓടി വന്നു. ആ പള്ളിക്ക് മുകളിൽ നിൽപ്പുറപ്പിച്ചു. വിചാരണ കോടതിയിലേക്ക് കയറിപ്പോയ ഫിലിപ്പിനെ ആ ഇടവക മാത്രമല്ല, നാട് മുഴുവൻ കാത്തുനിന്നു. എന്താവും വിധി? അച്ഛന്റെ പട്ടം പോയത് തന്നെ പലരും പല രീതിയിൽ അഭിപ്രായപ്പെട്ടുകൊണ്ടിരുന്നു. ആ ഉദ്യോഗം നിറഞ്ഞ കാത്തിരിപ്പിന് അന്ത്യം കുറിച്ചുകൊണ്ട് അവൻ പുറത്തേക്ക് വന്നു. തിരിച്ചിറങ്ങിയ അവന്റെ ശരീരത്തിൽ ആ വിശുദ്ധ വസ്ത്രം ഉണ്ടായിരുന്നില്ല. ചിലർ അത് കണ്ട് കരഞ്ഞു, ചിലർ പിറുപിറുത്തു, ചിലർ സഹതപിച്ചു, ചിലർ കുറ്റപ്പെടുത്തി. കുനിഞ്ഞ ശിരസോടെ അവൻ പടിക്കെട്ടിലേക്ക് ഇറങ്ങി.
പക്ഷെ അവനെ സ്വീകരിക്കാൻ സ്നേഹനിധിയായ ആ അപ്പനും സഹോദരങ്ങളും കാത്തുനിൽപ്പുണ്ടായിരുന്നു. അപ്പോഴേക്കും ആ മഴമേഘം പെയ്തു തുടങ്ങിയിരുന്നു. അവൻ കാത്തുനിന്ന അപ്പനടുത്തേക്ക് ചെന്നു. അയാൾ പതിവ് പോലെ അവന്റെ തോളിൽ കൈയിട്ട് പറഞ്ഞു, വാടാ പീലിക്കുഞ്ഞെ, പോവാൻ പറയടാ. ഫിനി അവന്റെ കയ്യിൽ പിടിച്ച് ജീപ്പിനടുത്തേക്ക് നടന്നു. നിൽക്കൂ! ആ ശബ്ദം കേട്ട് ഫിലിപ്പ് ഒഴികെ എല്ലാവരും തിരിഞ്ഞു നോക്കി. വർക്കിച്ചനാണെന്ന് തിരിച്ചറിഞ്ഞ അവൻ കണ്ണുകൾ ഇറുക്കി അടച്ചു. അയാളുടെ ചോദ്യങ്ങൾക്ക് തന്റെ പക്കൽ ഉത്തരമില്ല. എന്റെ കുട്ടിയെ ഇനി ഞാൻ എന്ത് ചെയ്യണം? എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. അയാളുടെ സങ്കടം കൂടിയ ആ ചോദ്യത്തിന് വിൻസെന്റ് ആണ് മറുപടി നൽകിയത്. അത്രയും പറഞ്ഞ് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയ അവർക്ക് മുന്നിൽ അയാൾ വട്ടം കയറി നിന്നു. പരിഹാരം ഉണ്ടാക്കിയിട്ട് പോയാൽ മതി. അതൊന്നും തീരുമാനിക്കാനുള്ള സമയമല്ല ഇത്. പറ്റില്ല, തീരുമാനിക്കണം ഇപ്പോ, ഇവിടെ വെച്ച്. പറഞ്ഞുകൊണ്ട് അയാൾ നീനയെ ഫിലിപ്പിന് മുന്നിലേക്ക് നീക്കി നിർത്തി. നീന അവന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. അവന്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് തറഞ്ഞു നിന്നു. അവന് നേരെ നീട്ടി അവളുടെ ചുരുട്ടിപ്പിടിച്ച വലത് കൈ അവൾ പതിയെ തുറന്നു. അവൻ അവളുടെ മുഖത്തേക്കും സംശയത്തോടെ ആ കൈയിലേക്ക് നോക്കി. ഒരു സിന്ദൂരച്ചെപ്പ്. അപമാനത്താലും നഷ്ടബോധത്താലും സങ്കടത്താലും പൊള്ളിക്കൊണ്ടിരുന്ന അവന്റെ മനസ്സിന്റെ ചൂടിനെ ആ കാഴ്ചയിൽ അവന് നിയന്ത്രിക്കാൻ വയ്യാതായി. പല്ല് കടിച്ചുകൊണ്ട് കത്തുന്ന മിഴികളോടെ അവൻ ആ സിന്ദൂരച്ചെപ്പ് മുകളിലേക്ക് തട്ടിയെറിഞ്ഞു. അവന്റെ പ്രഹരത്തിന്റെ ശക്തിയിൽ മുകളിലേക്ക് ഉയർന്ന ആ ചെപ്പിന്റെ അടപ്പ് എവിടേക്കോ തെറിച്ചുപോയി. അതിലെ രക്തവർണം ചിതറിത്തെറിച്ച് അവിടെ ആകെ പരന്ന് പടർന്ന ഗുരുത്വാകർഷണത്തിന്റെ ഇരയായി താഴോട്ട് പതിച്ചു. പെയ്തിറങ്ങിയ മഴയിൽ അവന്റെ പക കലർന്ന പ്രണയത്തിന്റെ സിന്ദൂരം അവളുടെ മൂർധാവിലൂടെ സിന്ദൂര രേഖയിലൂടെ ചാലിട്ടൊഴുകി. ദക്ഷ സ്വപ്നത്തിലെന്ന വണ്ണം മിഴികൾ പൂട്ടി. ഇതൊന്നും അറിയാതെ അവൻ തിരിഞ്ഞു നടന്നു. എങ്കിലും പിറകോട്ടെടുത്ത കാറിന്റെ കണ്ണാടിച്ചില്ലിലൂടെ വിൻസെന്റ് ആ കാഴ്ച കണ്ടു. അവൻ അറിയാതെയെങ്കിലും അവളുടെ നെറുകയിലൂടെ ഒലിച്ചിറങ്ങുന്ന അവൻ ചാർത്തിയ സിന്ദൂരം. അവർക്ക് വേണ്ടി മാത്രം ആ സന്ധ്യയിൽ പെയ്ത മഴ ഒരിക്കൽ കൂടി പെയ്തൊഴിഞ്ഞു. കഴിഞ്ഞ ജന്മത്തിൽ ബാക്കി വെച്ചതിനെല്ലാം ഈ ജന്മത്തിൽ ആരംഭം കുറിക്കുകയായിരുന്നു. പക്ഷേ